ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നതാണ്. ഞങ്ങൾക്ക് 3 ആൾക്കും ഇല്ല 4 ആൾക്കും ഒരു പണിയില്ല സത്യം പറഞ്ഞപ്പോൾ. അപ്പോൾ മീൻ പിടിച്ചാൽ എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. കറി വെക്കണ്ടേ? എറിയടാ, എൻ്റെ ഏറൊന്ന് കാണട്ടെ നാട്ടുകാർ. നമ്മളെ സുഹേലാണ്, ലോറി ഡ്രൈവറാണ്. പണിയില്ലാത്തവനൊന്നുമല്ല കേട്ടോ, ഹെവി ലോറി ഡ്രൈവറാണ്. അവൻ്റെ ഏറ് നോക്കട്ടെ. അടച്ചോനെ എന്തോ ഉണ്ടോ നോക്കട്ടെ. ഏതായാലും വലിച്ച് കയറ്റുണ്ട്. എറിയലും അവന് ഇടലും കഴിഞ്ഞാണ്. തീറ്റിട്ട് കൊടുക്കുക എടാ, അല്ലാതെ രക്ഷയില്ല. ഓപ്പി അതാ അപ്പുറത്ത് അമ്പം പിടുത്തത്തിലാണ്. ഓപ്പിയേ അതെ, നമ്മളെ തിരുവമ്പാടി പാലം ഏകദേശമൊക്കെ തീരാനായ സംശയമുണ്ട്. കാരണം ഇത്ര വർഷമാണ്, എന്തൊക്കെ സംഭവിക്കാന്നൊരു ഐഡിയ ഇല്ല. നമ്മളെ പുഴയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ വയലിനെ കുറിച്ച് കേട്ടിന്, ഇന്ന് പുഴയാണ്. ഞങ്ങൾക്ക് ഈ വയലും പുഴയും തന്നെ ഉള്ളൂ, വേറെ രക്ഷയില്ല. മീൻ പിടിക്കുന്ന ആശാനാണിത്. ആശാന എന്തെങ്കിലും പറയണ്ട? ഇനിയിപ്പോ വട്ടമാണെന്നൊക്കെ പറയും. അത് പോയിണ്ടാവും. വലതാ ഒന്നും കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് വിചാരിക്കുക. ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. സ്ഥിരമുള്ള പരിപാടിയാ. ഞങ്ങളിങ്ങനെ പോരും, സമയം കളയാ. പ്രതീക്ഷിക്കാം കിട്ടുന്നൊക്കെ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയാണല്ലോ, എന്തിനും ഒരു അന്ത്യം ഉണ്ടാവും. അപ്പം നിങ്ങളാരും വിചാരിക്കേണ്ട ഞങ്ങൾക്ക് മീൻ പിടിക്കാറില്ല. ഒരുപാട് മീൻ പിടിച്ച് നടന്ന വയലും പുഴയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വയൽ ഇന്നലെ കാണിച്ചു തന്നത്, ഇന്ന് പുഴയിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വെള്ളത്തിൽ ചാടാൻ പേടിയാണ്. ഇവരൊക്കെ പിന്നെ ഏത് വെള്ളത്തിലും നീന്തും. ഈ പുഴനെ കുറിച്ച് പിന്നെ അധികം ആർക്കും പറയാതെ തന്നെ അറിയാം. ഞാൻ അതിന് മുന്നേ കുറേ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇരവഞ്ഞിപ്പുഴ, നമ്മളെ മൊയ്തീനിലെ ആ പുഴ. മൊയ്തീന് ഈ പുഴയിൽ കിടന്നാണ് മരിച്ചത്. ഇവിടെ അല്ല, സ്ഥലം വേറെയാണ്, കൊടിയത്തൂർ ഭാഗത്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ വേറൊരു സംഭവമൊക്കെ കാണിച്ചു തരാം. ചൈനാവല അല്ലേ? ചൈനവല അതിൻ്റെ പേര് ചീനവല. അത് ചൈനയിലെ വല. ഇതാ അവൻ പറഞ്ഞു തരും. എന്താ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്താ പൈസ? ഏതാണ്? ഇങ്ങനെ ഒരു ചുറ്റി കൈമ പിടിക്കുക, എന്നിട്ട് ഇതാ ഓക്കെ വൃത്തിയാക്കിയിട്ട് ഇത് എന്താ പറയുക, നമുക്ക് ചില ആൾക്കാർക്ക് ഇത് വല വീശാറ്.